ജീവനെ തേടിയെത്തും പാവന സുന്ദര രാത്രി. ദാവീദിൻ സൂനുവേ, പാപിയാം എന്നെ നീ അലിവാൽ തൊടണേ. അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ. അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ. അനുഗ്രഹരാത്രി, അനുഗ്രഹരാത്രി. സങ്കീർത്തനം 16:11. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അതാണ് എൻ്റെ ആനന്ദം. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ഈ ചിന്ത തന്നെ 71-ാം സങ്കീർത്തനത്തിലെ 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ഒരുപാട് ആനന്ദങ്ങളെക്കുറിച്ച്, സന്തോഷങ്ങളെക്കുറിച്ച് പരാതി പറയുന്നവർ, പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചതുപോലെ മറ്റുള്ളവരെന്നോട് സഹകരിക്കുന്നില്ല, ഞാൻ അധ്വാനിച്ചിട്ട് ഫലം കാണുന്നില്ല, അങ്ങനെയുള്ള ഹൃദയ വ്യഥയുടെ ഉടമസ്ഥരല്ലേ നമ്മൾ പലപ്പോഴും. ദൈവത്തിൽ ശരണം വെച്ചുകൊണ്ട് ജീവിക്കുന്നതാണ് ദൈവവിശ്വാസത്തിൻ്റെ ജീവിതമെന്ന് പറയാറില്ലേ. അവനിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവനു വേണ്ടി കഷ്ടതകൾ സഹിക്കാനുള്ള അവകാശം കൂടി നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന വിശുദ്ധ പൗലോസിനെ ഫിലിപ്പിയ ലേഖനം 2:29 നമ്മൾ കാണുന്നു. നമ്മൾ മനുഷ്യരെന്ന നിലയ്ക്ക് ദൈവത്തിന് മുമ്പിൽ വന്നു ചേരുമ്പോൾ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിനെ അലട്ടുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് എന്ന്. ആരും അറിയാത്ത, ആരോടും പറയാത്ത നമ്മുടെ രഹസ്യ നൊമ്പരങ്ങൾ, അതെല്ലാം നമുക്ക് ഈ ആരാധനാ സമയത്ത് നമ്മളെ അറിയുന്ന കർത്താവിൻ്റെ പാദങ്ങളിൽ ഇറക്കി വെച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനാ സമയം കൂടുതൽ ശക്തിയും കൃപയും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സമയം മാറ്റിവെക്കാം. താല്പര്യത്തോടെ നമുക്കിതിൽ പങ്കുചേരാം. കർത്താവിന് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ കാഴ്ചവസ്തുക്കളൊക്കെ, ഉപഹാരങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളാവട്ടെ. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകും. നമ്മുടെ ആത്മാവ് സന്തോഷം കൊണ്ട് നിറയാൻ ഇടവരുത്തും. അതുകൊണ്ടാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആനന്ദം കൊണ്ട് നമ്മൾ നിറയും. ഈ ആനന്ദം അനുഭവിക്കുവാൻ, അത് നമുക്ക് തരാൻ കഴിവുള്ള ഈശോയെ നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനയിൽ ഭക്തിയോടെ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ആരാധ്യനേ, ഉന്നതനേ, സ്തുതിക്കു യോഗ്യനേ. ആരാധ്യനേ, ഉന്നതനേ, സ്തുതിക്കു യോഗ്യനേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ, നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ, നീ മാത്രമേ. നിൻ സ്നേഹത്താൽ വീണ്ടെടുത്തു, നിത്യമാം രക്ഷ
യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സന്തോഷവും എന്നാശയും നീ മാത്രമെന്നേശുവേ. നിർമ്മലനായ എൻ നാഥനേ, സത്യമാം എൻ യേശുവേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. നമ്മുടെ മധ്യേ ആയിരിക്കുന്നു. ജീവൻ്റെ അപ്പമാണ് ഞാൻ എന്ന് പറഞ്ഞ് ഈശോയെ ഈ അപ്പത്തിൻ്റെ ആത്മാവിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. ഈ പുറമേയുള്ള കണ്ണുകൾ അടയുമ്പോൾ നമ്മുടെ അകക്കണ്ണ് തുറക്കണം. അങ്ങനെ ഒരു കണ്ണുണ്ട് നമുക്ക്, കണ്ണടച്ചാലും കാണാൻ കഴിയുന്ന ഹൃദയത്തിൻ്റെ കണ്ണുകൾ. ഈ കണ്ണുകളിൽ അന്ധകാരം പടർന്നാൽ പിന്നെ നമുക്ക് ദൈവത്തെ കാണാനുമാവില്ല, നമ്മുടെ സഹോദരങ്ങളെ കാണാനുമാവില്ല, നമ്മുടെ കടമകൾ കാണാനാവില്ല. നമ്മളെ തന്നെ കാണാനാവാത്ത ഒരുതരം അന്ധകാരം നമ്മുടെ കണ്ണുകളിൽ, ഹൃദയത്തിൻ്റെ കണ്ണുകളിൽ പടർന്നു കയറും. ഇതാണ് രണ്ട് ശിഷ്യന്മാരുടെ കഥ പറയുന്നിടത്ത് ലൂക്കായുടെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചറിയുക. രണ്ട് ശിഷ്യന്മാർ ജെറൂസലമിൽ നിന്ന് അവരുടെ ജന്മനാടായ നാട്ടിലേക്ക് പോവുകയായിരുന്നു. എമ്മൗസ് എന്ന ആ സ്ഥലത്തിൻ്റെ പേര്. നേരം വെളുത്ത് തുടങ്ങിയപ്പോൾ യാത്ര പുറപ്പെട്ട അവർക്ക് വേണ്ടത്ര വെളിച്ചം വഴിയിലില്ലായിരുന്നു. അന്ധകാരം നീങ്ങിപ്പോകാത്ത ഒരവസ്ഥ. കർത്താവായ യേശു, ഉത്ഥിതനായ യേശു, ജീവിക്കുന്ന യേശു അവരുടെ ഒപ്പം നടന്നുവെന്ന് സുവിശേഷം നമ്മോട് പറയും. ഒപ്പം നടന്നവൻ അവരോട് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. പിന്നെ പകലായി, വർത്തമാനമായി. സന്ധ്യയായപ്പോൾ വീട്ടിലെത്തി. അപ്പോഴും വെളിച്ചം അകന്നുകൊണ്ടിരുന്നു. സന്ധ്യയായപ്പോൾ യേശു അവരോടൊപ്പം അവരുടെ വീട്ടിൽ കയറി ഭക്ഷണത്തിലിരുന്ന കഥയും അപ്പം വാഴ്ത്തിക്കൊടുത്ത കഥയൊക്കെ നിങ്ങൾക്കറിയാം. ഈ കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഭവനങ്ങളിലേക്കൊക്കെ കടന്നു വരട്ടെ. ഈ ആരാധനാ സമയത്ത് അവനോട് വരാൻ പറയണം, അവനെ ക്ഷണിക്കണം. യേശുവേ വരണമേ, രക്ഷക വരണമേ, കർത്താവേ വരണമേ. നമുക്ക് അവനെ വിളിക്കണം നമ്മുടെ കുടുംബങ്ങളിലേക്ക്. നിങ്ങളിപ്പോൾ ഈ ആരാധനാ സമയത്ത് തനിച്ചായിരിക്കുന്ന ഈ സമയത്ത്, ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എന്ത് എളുപ്പമായി ഈശോയെ വിളിക്കാം നമുക്ക്. വെളിപാടിൻ്റെ പുസ്തകം 3:20 നമ്മൾ വായിക്കുമ്പോൾ, ആരെങ്കിലും എനിക്ക് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവിടെ പ്രവേശിക്കും, ഒരുമിച്ച് നിങ്ങളോട് ഭക്ഷിക്കുകയും ചെയ്യും എന്ന് കർത്താവ് പറയുക. അവന് വേണ്ടി വാതിൽ തുറന്നാൽ മതി. അവൻ അകലങ്ങളിലിരിക്കുന്ന ദൈവമല്ലെന്ന് നമ്മൾ ഓർക്കുന്നില്ലേ? അവൻ നമ്മളെക്കാളേറെ നമ്മളോട് അടുത്തിരിക്കുന്നവന്. ഈ കർത്താവിനെ നമുക്ക് നമ്മുടെ ഭവനങ്ങളിലേക്ക് വിളിക്കാം. നമ്മുടെ ഭവനങ്ങളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈശോയോട് പറയാം. ഹൃദയത്തിൽ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മറ്റാരും അറിയാത്ത ഒരുപാട് ഭവനവിശേഷങ്ങൾ നമുക്കില്ലേ? അയൽവക്കംകാരോ ബന്ധുക്കളോ ഒക്കെ വരുമ്പോൾ നമ്മൾ മൂടിപ്പൊതഞ്ഞു വച്ചിരിക്കുന്ന ചില രഹസ്യങ്ങൾ,
ചില രഹസ്യ നൊമ്പരങ്ങൾ, വേദനകൾ, അതെല്ലാം നമുക്ക് ഈ സമയം തമ്പുരാൻ്റെ മുമ്പിൽ തുറന്നു വയ്ക്കാം. അവനെല്ലാം അറിയുന്നു. അവനൊന്നും അറിയുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. അവനെല്ലാം കാണുന്നവനും അറിയുന്നവനുമാ. ഒന്നും അവൻ്റെ കണ്ണുകളിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. അവൻ മറഞ്ഞിരിക്കുന്നുവെന്ന് നമുക്ക് തോന്നിയാൽ പോലും മറഞ്ഞിരിക്കാത്ത, എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ വ്യക്തമായും കൃത്യമായും അറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ദൈവം എല്ലാം കാണുന്നു നമ്മൾ പറയാറില്ലേ? സുഭാഷിതങ്ങൾ 15-13 നമ്മൾ വായിക്കുമ്പോൾ നിന്റെ ഹൃദയ വ്യഥ പോലും കർത്താവ് അറിയുന്നു എന്നാ പറയുക. ഹൃദയത്തിൻ്റെ രഹസ്യമായ നൊമ്പരങ്ങൾ പോലും അറിയുന്നവനാ ഈശോയെ എന്ന് നമുക്ക് ഓർമ്മിക്കാം. എന്നുകൊണ്ട് അവൻ്റെ ആ വലിയ കരുണയ്ക്ക് മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് തുറന്നു വെച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് അവൻ നമുക്ക് നൽകുന്ന വലിയ കൃപകളെ നമുക്ക് ഏറ്റുപറഞ്ഞ് പാടാം. അവൻ തരുന്ന ഒരുപാട് ആശ്വാസങ്ങളുണ്ട് നമുക്ക്. അവൻ തരുന്ന ഒരുപാട് നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്, നമുക്കറിയാം. അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമുക്ക് ആശ്ചര്യകരമായി തോന്നും. നമുക്ക് സങ്കീർത്തകൻ പറയുന്നത് പോലെ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ, അവൻ്റെ പരിപാലന, അവൻ്റെ സ്നേഹം, അവൻ്റെ കരുണ, അതെല്ലാം നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ. അങ്ങനെയുള്ള വ്യക്തിപരമായ അനുഭവങ്ങളിലേക്ക് നമ്മുടെ ചിന്തകൾ നീളട്ടെ. എന്നിട്ട് നമുക്ക് ചേർന്ന് പാടാം. അവൻ നമുക്ക് നൽകുന്ന സന്തോഷം, അവൻ നൽകുന്ന സുരക്ഷിതത്വം എല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, എന്നേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരിതീയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതീയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതു തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. വീഴുന്നത് തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. സങ്കീർത്തനം 40:17. ഇപ്പോൾ നമ്മൾ പാടിയ പാട്ടിൻ്റെ അനുഭവങ്ങളാണ് അവിടെയും കുറിച്ച് വയ്ക്കപ്പെട്ടിരിക്കുക.
ഞാൻ ദരിദ്രനാണെങ്കിൽ പോലും എന്നെക്കുറിച്ച് കരുതലുള്ളവനാണ് എൻ്റെ ദൈവം. എനിക്കൊന്നുമില്ല എന്ന് ഞാൻ കേഴുമ്പോഴും എന്നെക്കുറിച്ച് കരുതലുള്ളവനാണ് എൻ്റെ ദൈവം. എൻ്റെ ദാരിദ്ര്യങ്ങൾ, എൻ്റെ ഇല്ലായ്മകൾ, എൻ്റെ ബലഹീനതകൾ എല്ലാം അറിയുന്നവൻ, അതിനപ്പുറത്തുള്ള നന്മകൾ എനിക്ക് തരാൻ എപ്പോഴും കാത്തിരിക്കുന്ന കരുതലുള്ളവനാണ് ദൈവം. അതുകൊണ്ട് വീണ്ടും സങ്കീർത്തനം നമ്മോട് പറയും 37:5, നിന്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. ഈ ഒരു വിശ്വാസത്തിന് മുമ്പിൽ എത്ര പേർ ജീവിച്ച് മരിച്ചിട്ടുണ്ട്. പലപ്പോഴും ചെറിയൊരു കാര്യം വരുമ്പോൾ ഇളകി പോകുന്നവരാണ് നമുക്കറിയാം. നിന്റെ ജീവിതം നീ പൂർണ്ണമായിട്ട് കർത്താവിനെ ഭരമേൽപ്പിച്ചുവോ എങ്കിൽ അവൻ നോക്കിക്കൊള്ളും. പകുതി നടത്തുന്ന വ്യക്തിയല്ല കർത്താവ്. കൊടുക്കുകയാണെങ്കിൽ മുഴുവനും കൊടുക്കണം. അപ്പസ്തോല പ്രവർത്തനം 5 നമ്മൾ വായിക്കുമ്പോൾ അനനിയായുടെയും സഫീറായുടെയും കഥ എവിടെയുണ്ട്? ദൈവത്തിന് കൊടുക്കാമെന്ന് വെച്ചു, പക്ഷെ പകുതി മാറ്റി വെച്ചു. ആ പകുതിയിലാണ് ദൈവത്തിൻ്റെ കണ്ണ്. അത് ശരിയല്ല, അത് വഞ്ചനയാണ്, കാപട്യമാണെന്ന് തിരിച്ചറിഞ്ഞു. ഒടുവിൽ ആ 2 വ്യക്തികൾ ഈ കാപട്യത്തിന് മുമ്പിൽ മരിച്ചു വീഴും നമ്മൾ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 12:42 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവിന് കൊടുക്കാൻ കൊണ്ടുവന്ന ആളുകൾ പകുതിയൊക്കെ കൊടുത്തിട്ട് ബാക്കി വീട്ടിൽ പോകുന്ന സംഭവങ്ങളൊക്കെ കണ്ടു. നമ്മുടെ സമർപ്പണത്തിൻ്റെ എതിർവശത്ത് ക്രിസ്തു ഇരിക്കുന്നുണ്ട്. അവനതെല്ലാം കാണും. ഒരു പാവപ്പെട്ട വിധവ കൊണ്ടുവന്ന് അവിടെ ഉപജീവനത്തിന് വകയായ നാണയമോ തുട്ടോ ഇട്ടപ്പോൾ യേശു പറഞ്ഞു, അവളാണ് മുഴുവനും കൊടുത്തവൾ. നമുക്കതുകൊണ്ട് എന്തിനാ ഭാരങ്ങൾ ചുമക്കുക? കൊടുക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ തീരുന്നില്ലേ? അതുകൊണ്ടാണ് ഭാരങ്ങൾ കർത്താവിന് ഭരമേൽപ്പിക്കാൻ പറയുക. നിൻ്റെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ, നിൻ്റെ ജീവിതം മുഴുവനും കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവൻ നോക്കിക്കൊള്ളും. സഹോദരങ്ങളെ, ഏതെങ്കിലും കാര്യം നമ്മുടെ മനസ്സിൽ ബുദ്ധിമുട്ടായി കിടക്കുന്നുണ്ടെങ്കിൽ, പരിഹരിക്കാനാവുന്നില്ല എങ്കിൽ, നമ്മുടെ കഴിവിന് അതീതമായിട്ടുണ്ടെങ്കിൽ ഈ ആരാധനാ സമയത്ത് നമുക്കത് പൂർണ്ണമായി, ആരും അറിയുന്നില്ലല്ലോ, മുഴുവനായും കർത്താവിന് സമർപ്പിക്കുക. എന്നിട്ട് അവനോട് ഏറ്റെടുക്കാൻ പറയുക. അപ്പം നമ്മുടെ ഭാരങ്ങളൊക്കെ ഇല്ലാതായിക്കൊള്ളും എന്ന് നമ്മളറിയും. നമ്മളെക്കുറിച്ച് മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് കർത്താവ് നമ്മോട് പറയുന്നില്ലേ? നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടി ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മുടെ കുടുംബത്തിലുള്ളവർ, അവരെല്ലാവരും നമ്മളോട് സ്നേഹവും കരുണയും അനുകമ്പയും കാട്ടണമെന്നും നമ്മളെ സഹായിക്കണമെന്നും, നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ അതൊന്നും ആരും അറിയിക്കാതെ കൊണ്ടു നടക്കണമെന്നൊക്കെ വാശി പിടിക്കുന്ന നമുക്ക് നമ്മുടെ കൂടെയുള്ളവരുടെ വേദനയും നൊമ്പരവുമൊക്കെ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാനുണ്ട്. അവരും നമ്മുടെ സമൂഹത്തിൻ്റെ അംഗങ്ങളാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ളവരെ, അവരുടെയൊക്കെ ദുഃഖങ്ങളെ, സങ്കടങ്ങളെ, രോഗങ്ങളെ എല്ലാം നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. ഈശോയെ, ഇന്ന ആളുകളൊക്കെ ഉണ്ട് അവിടെ എന്ന് നമുക്ക് കർത്താവിനോട് പറയാം. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ കാണുന്നില്ല, ഉണ്ട് സുവിശേഷത്തിൽ. മത്തായിയുടെ സുവിശേഷം 9:32, ഒരു ഊമനെ കൊണ്ടുവരുന്ന അയൽവക്കംകാരൻ, ഇവനെ ഒന്ന് സുഖപ്പെടുത്തണം. മകനെയും കൊണ്ടുവരുന്ന അപ്പൻ, മത്തായിയുടെ സുവിശേഷം 17:14, മക്കളെ കൊണ്ടുവരുന്ന അമ്മമാരെത്ര പേരാ ഉള്ളത് ബൈബിളിൽ? മത്തായി 19:13. ഒരന്ധനെ കൊണ്ടുവരുന്ന ജനവിഭാഗത്തെ നമ്മൾ കാണും. ഇവനും തൊടണം, ഇവനും സുഖം പ്രാപിക്കണം, ഇവനും എല്ലാവരെയും കാണാനുള്ള കൃപ കിട്ടണം. ഭാരപ്പെട്ടവരെ കർത്താവിൻ്റെ പക്കലേക്ക് കൊണ്ടുവരുന്ന മറ്റുള്ളവരെ നമ്മൾ ഈ സുവിശേഷത്തിൽ പലയിടത്തും ദർശിക്കും. നമുക്ക് അങ്ങനെയുള്ളവരെ നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ, കുടുംബത്തിലുണ്ടെങ്കിൽ, നമ്മളോട് ബന്ധപ്പെട്ടവരാണെങ്കിൽ, നമ്മളോട് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ, അവരെല്ലാം നമുക്ക് കർത്താവിൻ്റെ കാൽക്കൽ സമർപ്പിച്ച് നിന്റെ വലതുകരം നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണം, അതിന് ഞങ്ങളെല്ലാം സമർപ്പിക്കുന്നു എന്ന് ഈശോയോട് പറഞ്ഞ്
നമ്മുടെ ഇല്ലായ്മകളെ അവൻ നിറവുകളാക്കി മാറ്റാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ഈ ആരാധനയ്ക്ക് നിങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ നല്ല ആഗ്രഹങ്ങളെയും താല്പര്യങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു സമർപ്പണഗാനം പാടുമ്പോൾ അതിനോട് നമ്മുടെ മനസ്സുകളെ ചിന്തകളെയൊക്കെ നമുക്ക് ചേർത്ത് വയ്ക്കാം. നമുക്ക് പാടാം. എല്ലാം ഏൽപ്പിച്ചു കൊടുക്കാം, എല്ലാം വിട്ടുകൊടുക്കാം, എല്ലാ ഭാരങ്ങളും കർത്താവിന് സമർപ്പിക്കാം. ഞാനും എനിക്കുള്ളതെല്ലാം നിന്റെ ദാനങ്ങളല്ലോ മഹേശ. ദേഹി ദേഹങ്ങളെൻ ജീവനും നിന്റെ സ്നേഹ സമ്മാനങ്ങളല്ലോ. ഞാനും എനിക്കുള്ളതെല്ലാം നിന്റെ ദാനങ്ങളല്ലോ മഹേശ. ദേഹി ദേഹങ്ങളെൻ ജീവനും നിന്റെ സ്നേഹ സമ്മാനങ്ങളല്ലോ. ഞാനും എനിക്കുള്ളതെല്ലാം നിന്റെ ദാനങ്ങളല്ലോ മഹേശ. ദേഹങ്ങളെൻ ജീവനും നിന്റെ സ്നേഹ സമ്മാനങ്ങളല്ലോ. കരങ്ങളിലൂടെയല്ലേ നമ്മൾ കൊടുക്കുക, കരങ്ങൾ കൊണ്ടല്ലേ നമ്മൾ സ്വീകരിക്കുക. കർത്താവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുന്ന ഈ കരങ്ങളെ നമുക്ക് ആദ്യം ഉയർത്തിപ്പിടിക്കാം. എന്നിട്ട് നമ്മൾ സ്വീകരിച്ച ഒരുപാട് നന്മകളെ ഓർത്ത് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥന നാം കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തുതി പറഞ്ഞ് അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തു നിൽക്കാം. നമുക്ക് സ്തുതിക്കാം. ഈശോയെ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതി, നന്ദി, എല്ലാത്തിനും നന്ദി. എല്ലാവരെയും സമർപ്പിച്ച് സ്തുതിക്കുന്നു. ഞാനും എനിക്കുള്ളതെല്ലാം നിന്റെ ദാനങ്ങളാണ് കർത്താവേ. തരാത്തതായി ഒന്നുമില്ല. എൻ്റെ ദാരിദ്ര്യം നീ കാണുന്നു, നീ എൻ്റെ ഒപ്പമുണ്ട്, നീ എന്നോട് ചേർന്ന് നിൽക്കുന്നവനാണ്, നിന്റെ സന്തോഷമുണ്ട്, അനുഗ്രഹത്തിൽ നിറയ്ക്കുന്നവനാണ് ഞാൻ ഏറ്റു പറഞ്ഞുകൊണ്ട് ഈശോയെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളെയെല്ലാം കർത്താവെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതി, കർത്താവേ സ്തോത്രം, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. കരങ്ങൾ വിടർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ തലകുനിച്ച് നമുക്ക് അവൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യ